നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രൈസ്തവ ജനതയ്ക്ക് 10 കൽപ്പനകളുണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പലരും ചോദിക്കാറുണ്ട്, ഹിന്ദുക്കൾക്ക് അങ്ങനെ എന്തെങ്കിലും കൽപ്പനകളുണ്ടോ എന്ന്. ഹിന്ദുക്കൾക്കും 10 കൽപ്പനകളുണ്ട്. ഈ കൽപ്പനകൾ പറഞ്ഞിരിക്കുന്നത് യമ നിയമങ്ങളിലാണ്. ആ കൽപ്പനകളാണ് നമ്മളിവിടെ വിശദീകരിക്കാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. 10 കൽപ്പനകളിൽ ഒന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത് അഹിംസയാണ്. അഹിംസ എന്ന് പറയുമ്പോൾ ആരെയും ഹിംസിക്കരുത്, ആരെയും കൊല്ലരുത് എന്ന് മാത്രമല്ല അതിനർത്ഥമുള്ളത്. നിങ്ങൾ എന്ന മനുഷ്യനിൽ നിന്ന് മറ്റുള്ളവർക്ക് വേദനയുണ്ടാകുന്ന ഒരു കാര്യവും ഉണ്ടാവരുത്. നമ്മൾ പലരെയും വാക്കുകൾ കൊണ്ടൊക്കെ വേദനിപ്പിക്കാറുണ്ട്. പലരും വേദനിച്ചു എന്ന് പറയുമ്പോൾ സന്തോഷിക്കാറൊക്കെയുണ്ട്. ഇതെല്ലാം അഹിംസയിൽ പെടുന്നതാണ്. അപ്പോൾ അഹിംസ എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി അഹിംസ പ്രവൃത്തിയിൽ വരുത്തുക. രണ്ടാമത്തെ കൽപ്പനയാണ് സത്യം. ഈ സത്യമെന്ന് പറയുമ്പോൾ വെറുതെ സത്യമെന്ന് കേട്ടാൽ സാമാന്യ ജനതയ്ക്ക് അർത്ഥം വ്യക്തമാകണമെന്നില്ല. ഏത് കാര്യം പറയുമ്പോഴും ചെയ്യുമ്പോഴും തീരുമാനമെടുക്കുമ്പോഴും സത്യമെന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. 90% കാര്യങ്ങളിലും നമ്മൾ പറയുന്ന സത്യം എന്താണെന്ന് പോലും അറിയാതെയാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല, നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളിലെ സത്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. മൂന്നാമത്തെ കൽപ്പന എന്ന് പറയുന്നത് ആസ്തേയമാണ്. സ്തേയം എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യുക എന്ന് പറയും. ആസ്തേയം എന്ന് പറഞ്ഞാൽ ചൂഷണം ചെയ്യാതിരിക്കുക. പലപ്പോഴും പലരും മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് സമ്പത്ത്, മറ്റുള്ളവരുടെ ദ്രവ്യം, മറ്റുള്ളവരുടെ പ്രസിദ്ധി, മറ്റുള്ളവരുടെ പ്രമോഷൻ, അങ്ങനെ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതായിട്ടെല്ലാം ഉള്ളത് ചൂഷണം ചെയ്യാറുണ്ട്. മറ്റൊരുവനെ ചൂഷണം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ആസ്തേയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാലാമത്തെ കൽപ്പന എന്ന് പറയുന്നത് ബ്രഹ്മചര്യമാണ്. പലപ്പോഴും ബ്രഹ്മചര്യത്തെ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ലൈംഗിക ബന്ധത്തിൽ നിന്ന് മാറി നിൽക്കലാണ് ബ്രഹ്മചര്യമെന്നാണ് പൊതുവായിട്ടുള്ള ധാരണ. അത് തികച്ചും തെറ്റാണ്. ബ്രഹ്മചര്യം എന്ന വാക്കിന്റെ ശരിയായ അർത്ഥം ജീവിത ലക്ഷ്യത്തെക്കുറിച്ച് ബോധമുണ്ടാകുക എന്നുള്ളതാണ്. നമ്മൾ ജീവിക്കുമ്പോൾ ആ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ടാവണം, ആ ലക്ഷ്യത്തെക്കുറിച്ച് ബോധമുണ്ടാകണം. ഇതിനെയാണ് ബ്രഹ്മചര്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഞ്ചാമത്തെ കൽപ്പന എന്ന് പറയുന്നത് അപരിഗ്രഹമാണ്. പരിഗ്രഹം എന്നതിന് അർത്ഥം മറ്റുള്ളവരുടേത് വേണമെന്നുള്ള തോന്നലുകളാണ്. അപരിഗ്രഹം എന്നുള്ളത് കൊണ്ട് എനിക്കുള്ളത് ഈശ്വരൻ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിച്ച് അതുകൊണ്ട് തൃപ്തിപ്പെട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കേണ്ടതാണ്. ആവശ്യമില്ലാത്തടത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ പരിധിക്ക് പുറത്തേക്ക് എടുത്തു ചാടരുത്. ആറാമത്തെ കൽപ്പന എന്ന് പറയുന്നത് ശൗച്യമാണ്, അതായത് ശുചി. നിങ്ങൾ സാധിക്കുമെങ്കിൽ ആഴ്ചയിൽ 2 ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കുവാൻ ശ്രമിക്കുക. ഇതില് പ്രത്യേക ഒരു കാര്യം എടുത്തു പറയേണ്ടത്, നമ്മുടെ ശരീരത്തിലെ ലിപ്പോപ്രോട്ടീന് എണ്ണയുടെ ആവരണം ആവശ്യമുണ്ട്. പണ്ട് കേരളത്തിലൊക്കെ സ്കിൻ ക്യാൻസർ വളരെ കുറവായിരുന്നു. ഇന്നത് വളരെ കൂടിയിരിക്കുകയാണ് ഈ സ്കിൻ ക്യാൻസർ എന്ന് പറയുന്നത്. അതിന് ഒരു കാരണം നമ്മൾ എണ്ണ തേച്ച് കുളിക്കാറില്ല എന്നുള്ളതാണ്. അത് ശീലിക്കുന്നത് വളരെ നല്ലതാണ്. ശുചിത്വം ബാഹികമായിട്ടുള്ള ശുചിത്വം മാത്രമല്ല, ആന്തരികമായിട്ടുള്ള ശുചിത്വവും ഈ ശൗചര്യത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ആന്തരികമായ ശുചിത്വത്തിന് അതിരാവിലെ എഴുന്നേറ്റ് 3 ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് നല്ല ഒരു ആന്തരികമായിട്ടുള്ള ശുദ്ധി വരുത്തലിന് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇതിൽ രക്തത്തിൽ അധികമായിട്ടുള്ള ഷുഗർ അരിച്ച് പുറത്തേക്ക് പോകും. അതുപോലെ അധികമായിട്ടുള്ള ഉപ്പും അരിച്ച് പുറത്തേക്ക് പോകുന്നതാണ്. രക്തം ശുദ്ധീകരിക്കാൻ ഇത്രയും ഗുണകരമായിട്ടുള്ള വേറെ ഒരു മാർഗം ഇല്ല. കൂടാതെ പ്രാണായാമം ചെയ്യുന്നതും ശ്വാസോച്ഛ്വാസം ക്ലീൻ ചെയ്യാൻ ഉപകരിക്കുന്നുണ്ട്. പ്രാണായാമം ചെയ്യുന്നതിലൂടെ ബ്ലഡിന് വേണ്ട ഓക്സിജൻ ഒക്കെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ശരീരത്തിലെ സെൽസ് ഒക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഒരു ടെൻഷനും ഉണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോൾ ശൗചര്യം കൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഏഴാമത്തെ കൽപ്പനകൾ എന്ന് പറയുന്നത് സന്തോഷം ആണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു 5 മിനിറ്റ് നമ്മൾക്ക് ഇടവേള കിട്ടിയാൽ ആ 5 മിനിറ്റ് നമ്മൾക്ക് സന്തോഷിക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. ഒരു ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരാളെ സ്വീകരിക്കുവാനായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ അറിയുന്നു
ട്രെയിൻ കുറച്ച് ലേറ്റാണ്. ആദ്യം നമ്മൾ നമ്മുടെ ഭരണകർത്താക്കളെ ചീത്ത വിളിക്കും, പിന്നെ ആ റെയിൽവേയിലുള്ള ആളുകളെ ചീത്ത വിളിക്കും. ഇതെല്ലാം നമ്മൾ സ്വയം നമ്മളുടെ മനസ്സിലാണ് ചീത്ത വിളിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ടെൻഷൻ കൂടുകയാണ്. ഈ ചീത്ത വിളികളും ദേഷ്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ശപിക്കാൻ തുടങ്ങും. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇതുകൊണ്ട് നമ്മളുടെ രക്തസമ്മർദ്ദം മാത്രമാണ് കൂടുന്നത്. ഈ സമയത്ത് നിങ്ങളൊരു പോസിറ്റീവായി കാണേണ്ടതുണ്ട്. ഈശ്വരൻ നമുക്ക് കുറച്ച് സമയം ഫ്രീ ആയിട്ട് തന്നു എന്ന് കരുതിയാൽ മതിയാകുന്നതാണ്. വീട്ടിലേക്ക് പോകേണ്ട, ഒന്നും ചെയ്യേണ്ടതില്ല. ആ ഒരു അര അല്ലെങ്കിൽ 1 മണിക്കൂർ സന്തോഷിക്കാൻ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. കിട്ടുന്ന 5 മിനിറ്റ് ആണെങ്കിലും അത് നെഗറ്റീവ് ചിന്തിക്കാതെ പോസിറ്റീവ് ആക്കുവാനുള്ള ചിന്തയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. അത് വീടിനകത്തേക്കും ആ സന്തോഷം കൊണ്ടുവരാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് സന്തോഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് 8ാമത്തെ കൽപ്പനയാണ്. തപഹ ആണ് 8ാമത്തെ കൽപ്പന. അതായത് തപസ്. ജീവിതം തന്നെ ഒരു തപസ്സാക്കി മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതായത് ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്നതെന്തോ അത് പൂർണ്ണമായും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരു കപ്പ് ചോറ് വയ്ക്കുകയാണെങ്കിൽ അത് ഒരു തപസ്സാക്കി മാറ്റണം. അതായത് അതിലേക്ക് ഒരു ശ്രദ്ധ നന്നായിട്ട് കൊടുക്കണം. ഓഫീസിൽ ഫയൽ നോക്കുകയാണെങ്കിൽ അതൊരു തപസ്സാണ്. നമ്മളുടെ ജോലി സ്ഥലത്ത് കൃത്യസമയത്തെത്തുന്നത് ഒരു തപസ്സാണ്. മക്കളെ വളർത്തുന്നത് ഒരു തപസ്സാണ്. അങ്ങനെ നാം ചെയ്തു തീർക്കേണ്ട കർമ്മങ്ങളെ എല്ലാം തപസ്സെന്നാണ് പറയുന്നത്. അത് വളരെ ഏകാഗ്രതയോട് കൂടി ചെയ്യുമ്പോൾ മാത്രമേ അതിന് പൂർണ്ണത ലഭിക്കുകയുള്ളൂ. 9ാമത്തെ കൽപ്പനയാണ് സ്വാധ്യായം. നിങ്ങൾ എവിടെ വർക്ക് ചെയ്യുന്നെങ്കിലും, ഏത് ജോലി ചെയ്യുകയാണെങ്കിലും അതിനെക്കുറിച്ച് പരമാവധി അറിവ് നേടാൻ നിങ്ങൾ ശ്രമിക്കണം. അതായത് ജീവിതത്തിൽ എന്തൊക്കെ നിങ്ങൾ നേരിടുന്നോ അതിനെയെല്ലാം നിങ്ങൾ പഠിക്കുക എന്നുള്ളതാണ് സ്വാധ്യായം കൊണ്ട് അർത്ഥമാക്കുന്നത്. 10ാമത്തെ കൽപ്പന എന്ന് പറയുന്നത് ഈശ്വര പ്രണിധാനമാണ്. ഈശ്വരൻ എന്നൊരു ശക്തി ഉണ്ടെന്ന് മനസ്സിലാക്കുക. ചിലർ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ എന്ന്. ഇതിന്റെ ഉത്തരം നമ്മൾക്ക് ചില കാര്യങ്ങളിലൂടെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ഈ പറയുന്ന കാര്യം നിങ്ങളുടെ മനസ്സിൽ ഒന്ന് ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. വിരിയാറായിട്ടുള്ള ഒരു കോഴിമുട്ട, വിരിയാറായിട്ടുള്ള ഒരു താറാവ് മുട്ടയും കുളക്കടവിൽ കൊണ്ടുപോയി വെള്ളത്തിന്റെ അടുത്തായിട്ട് വയ്ക്കുക. എന്നിട്ട് ദൂരെ മാറി നിന്ന് നോക്കുക. കോഴിമുട്ട പൊട്ടിച്ച് കോഴിക്കുഞ്ഞ് പുറത്തേക്ക് വരും. അതുപോലെ തന്നെ താറാവ് മുട്ട പൊട്ടിച്ച് താറാങ്കുഞ്ഞും പുറത്തേക്ക് വരും. 2 കുഞ്ഞുങ്ങളും വെള്ളത്തിലേക്ക് നോക്കുന്ന ഒരു രീതിയിലായിരിക്കും ഇത് പുറത്തേക്ക് വരുന്നത്. അതിൽ കോഴിക്കുഞ്ഞ് വെള്ളത്തിലേക്ക് നോക്കി പേടിച്ച് പിറകിലേക്ക് പോകുന്നതായിരിക്കും. പക്ഷേ താറാവിന്റെ കുഞ്ഞ് വെള്ളത്തിലേക്ക് ചാടും. കോഴിക്കുഞ്ഞിനറിയാം വെള്ളത്തിൽ ചാടിയാൽ പൊങ്ങില്ലെന്ന്, താറാവിന്റെ കുഞ്ഞിനറിയാം വെള്ളത്തിൽ ചാടിയ മുങ്ങില്ലെന്ന്. രണ്ടും മുട്ടയ്ക്കകത്തു നിന്ന് തന്നെ ഉണ്ടായതുമാണ്. എങ്ങനെയാണ് താറാവിന്റെ കുഞ്ഞിന് അറിവുണ്ടായത് വെള്ളത്തിൽ ചാടിയാൽ മുങ്ങില്ലെന്നും, എങ്ങനെയാണ് കോഴിക്കുഞ്ഞിന് അറിവുണ്ടായത് വെള്ളത്തിൽ ചാടിയാൽ പൊങ്ങില്ല എന്നും? ഇത് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? വിവരിക്കാൻ നമുക്ക് സാധിക്കാറില്ല. മറ്റൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു പശുക്കുട്ടിയെ അല്ലെങ്കിൽ ഒരു പശുവിനെ ഒരു പുൽമേട മേയാൻ വിടുക. ആ പശു തിന്നുന്ന പുല്ലുകൾ മുഴുവനും നോക്കണം. ആ പശു ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പച്ച തിന്നാറില്ല. കാരണം പശു ഒരു കമ്മ്യൂണിസ്റ്റുകാരനായതുകൊണ്ടല്ല, ആ പശുവിനറിയാം അത് തൻ്റെ ഭക്ഷണമല്ലെന്ന്. ഇത് ആരും പറഞ്ഞു കൊടുക്കുന്നതല്ല, അത് അതിൻ്റെ തലച്ചോറിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആ അറിവിനെയാണ് പ്രപഞ്ച ചൈതന്യം എന്ന് പറയുന്നത്. ഇച്ചിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, പ്രപഞ്ച ചൈതന്യത്തിന്റെ ഒരു ഭാഗം ആത്മചൈതന്യമായിട്ട് നമ്മളിലുണ്ട്. അതുകൊണ്ടാണ് നമ്മളുടെ ഹൃദയം പ്രവർത്തിക്കുന്നത്, നമ്മളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കുന്നത്. മറ്റുള്ളവർ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ ശരീരത്തെ മൊത്തവും നിയന്ത്രിക്കുന്ന ഒരു ശക്തിയുണ്ട്. കണ്ണിന് കാഴ്ച നൽകുന്ന ശക്തി, ചെവിയെ കേൾപ്പിക്കുന്ന ശക്തി, നാവിന് സംസാരിക്കാനും സ്വാദറിയാനും സഹായിക്കുന്ന ശക്തി. നാക്കിന്റെ ഒരു കാര്യം മാത്രം നമ്മളൊന്ന് ആലോചിച്ചു നോക്കിയാൽ മതി. 32 പല്ലിന്റെ ഇടയിലൂടെ നാക്ക് തലങ്ങും വിലങ്ങും നമ്മൾ സംസാരിക്കുമ്പോൾ പോവുകയാണ്. ഈ നാക്ക് പല്ലിനിടയിൽ പോയുള്ള അവസ്ഥ എന്തായിരിക്കും? എത്ര ഭംഗിയായിട്ടാണ് അവയെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. മാത്രമല്ല എല്ലാ അവയവങ്ങളും നോക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കൈ കൂപ്പിക്കൊണ്ട് തന്നെ പറയേണ്ട ഒരു കാര്യമുണ്ട്, അഹം ബ്രഹ്മാസ്മി, ഞാനും ഈശ്വര ചൈതന്യത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ മനസ്സിലാകും ഈശ്വര പ്രണിധാനത്തിൻ്റെ അർത്ഥം. പരമമായ ഒരു ചൈതന്യത്തിൻ്റെ മുന്നിൽ ആരാധനയായി നിൽക്കുവാൻ നമ്മൾക്ക് സാധിക്കണം. ആ ചൈതന്യത്തിൻ്റെ മുന്നിൽ കൈകൂപ്പി പ്രാർത്ഥിക്കുവാൻ സാധിക്കണം.
അഹിംസ, സത്യം, ആസ്തേയം, ബ്രഹ്മചര്യം, അപരിഗ്രഹം, ശൗചം, സന്തോഷം, തപഹ, സ്വാധ്യായം, ഈശ്വര പ്രണിധാനം. ഇങ്ങനെയാണ് 10 കൽപ്പനകൾ പോകുന്നത്. ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.